അഷ്ടനാഗങ്ങളിൽ ഒരാളായ അനന്തനെക്കുറിച്ചൊരു കഥ പറയട്ടെ. 1000 തലയും സ്വർണവർണ്ണവുമുള്ള അനന്തൻ വൈഷ്ണവാംശമാണ്. പാലാഴിയിൽ അനന്തനൊരുക്കിയ ശയ്യയിലാണ് മഹാവിഷ്ണു ശയിക്കുന്നത്. കശ്യപ പ്രജാപതിയുടെ രണ്ടാമത്തെ ഭാര്യയായ കദ്രുവിൻ്റെ മകനാണ് അനന്തൻ. അമ്മയുമായി പിണങ്ങിപ്പോയതിനാൽ അമ്മയുടെ ശാപം ഏൽക്കേണ്ടി വന്നു. ആ ശാപത്തിൻ്റെ കഥ ഇങ്ങനെയാണ്. കശ്യപൻ്റെ ഭാര്യമാരായ വിനിതയും കദ്രുവും തമ്മിൽ വാക്തർക്കമുണ്ടായി. ഇന്ദ്രൻ്റെ കുതിരയായ ഉച്ചൈശ്രവസിൻ്റെ വാൽരോമം കറുത്തതാണെന്ന് കദ്രുവും വെളുത്തതാണെന്ന് വിനിതയും തർക്കിച്ചു. തോൽക്കുന്നവൾ ജയിക്കുന്നവളുടെ ദാസിയാവണം എന്ന് പന്തയവും വെച്ചു. അന്ന് രാത്രി കദ്രു മക്കളെ വിളിച്ച് ഉച്ചശ്രവസിൻ്റെ വാലിൽ കറുത്ത രോമങ്ങളായി തൂങ്ങിക്കിടക്കണമെന്ന് ആജ്ഞാപിച്ചു. ധർമ്മബോധപ്രേരിതരായി അനന്തനും സഹോദരന്മാരും ഈ നിർദ്ദേശത്തെ എതിർത്തു. മക്കൾ ജനമേജയൻ്റെ സർപ്പസത്രത്തിൽ വെച്ച് വെന്തിരിഞ്ഞു പോകട്ടെ എന്ന് കദ്രു ശപിച്ചു. അനന്തൻ ശാപമോക്ഷത്തിന് ബ്രഹ്മാവിനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി. ബ്രഹ്മദേവന്റെ നിർദ്ദേശം പാലിച്ച് അനന്തൻ പാതാളത്തിൽ പോയി ലോകം വനത്തിൽ താങ്ങി നിർത്തി ശാപമോക്ഷം നേടി. അനന്തൻ്റെ 1000 തലകളിലും സ്വസ്തികാ ചിഹ്നം അടയാളമായിട്ടുണ്ട്. കൂടെ 1000 ശിരോരത്നങ്ങൾ ഭൂഷണമായിട്ടുണ്ട്. സകല ദേവന്മാരും പൂജിക്കുന്ന ആദിശേഷനാണ് അനന്തൻ. അനന്തമില്ലാതെയുള്ള ഗുണങ്ങളുടെ അധിപനാണ് അനന്തൻ.